നാലാമത് പരമേശ്വർജി സ്മാരക പ്രഭാഷണത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് തിരുവനന്തപുരത്തെത്തും. ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് ഭാരതീയ വിചാര കേന്ദ്രം പ്രഭാഷണം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കൂടുതൽ വിശദാംശങ്ങൾ. നാലാമത് പരമേശ്വർജി അനുസ്മരണ പ്രഭാഷണത്തിനായിട്ടാണ് ഇന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം കവടിയാറുള്ള ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഭാരതീയ വിചാര കേന്ദ്രമാണ് പരിപാടിയുടെ സംഘാടകർ. 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വിചാര കേന്ദ്രത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ഡയറക്ടർ ആർ സഞ്ജയൻ അധ്യക്ഷത വഹിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് രാവിലെ 11 മണി മുതൽ 2 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്ത് പല റോഡുകളിലുമൊക്കെ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിലാണ് ഈ പരമേശ്വരജി അനുസ്മരണ പ്രഭാഷണ പരമ്പരയിൽ അദ്ദേഹം സംസാരിക്കുന്നത്. പി പരമേശ്വരന്റെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഈ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭൗതിക ദൈഷ്ണിക മുഖമായിരുന്ന ഒരു കാലത്ത് കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലൊക്കെ നിർണായക സാന്നിധ്യവും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളിലുമൊക്കെ ഒന്നാം സ്ഥാനക്കാരനായിരുന്നുള്ള പി പരമേശ്വർജിയുടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ഈ സ്മാരക പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത്. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ വളരെ ഉന്നതരായുള്ള വ്യക്തിത്വങ്ങളാണ് എല്ലാ വർഷവും ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. പരമേശ്വർജിയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ സംഭാവനകളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഇടപെടലുകളും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ് എല്ലാ വർഷവും നടക്കുന്ന ഇത്തരം സ്മാരക പ്രഭാഷണ പരമ്പരകൾ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എക്കാലവും നിലനിർത്തുക എന്നതുകൂടി ഇത്തരമൊരു പരിപാടിയുടെ ലക്ഷ്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഉപരാഷ്ട്രപതി തന്നെ നേരിട്ടെത്തുകയാണ് കേരളത്തിലേക്ക്. പി പരമേശ്വരൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിന്റെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് കൂടുതൽ ഔന്നത്യം നൽകുന്നതാണ് ഉപരാഷ്ട്രപതി നേരിട്ടെത്തി ഇത്തരമൊരു പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. രാവിലെ 11 മണിക്ക് കവടിയാർ ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത് ഈ പ്രഭാഷണ പരമ്പര നടക്കുന്നത്. ഉപരാഷ്ട്രപതി ഒപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളൊക്കെ ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ പ്രസക്തിയുള്ള പ്രഭാഷണ പരമ്പരയാണ്. ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിക്കുമ്പോൾ ഏതൊക്കെ പ്രമുഖ വ്യക്തിത്വങ്ങളാകും ഈ പ്രഭാഷണത്തിൽ എന്നേ ദിവസം കൂടിച്ചേരുക? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള സഞ്ജയനാണ് ഈ പ്രഭാഷണ പരമ്പരയുടെ അധ്യക്ഷനായി ഇതുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാകും. സംഘപരിവാർ സംഘടനകളുടെ നേതാക്കന്മാർ ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ പുറത്തു നിന്നുള്ള, അതായത് മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമാകും. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ കവികളായിട്ടുള്ള ആളുകൾ, എഴുത്തുകാർ, അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഒപ്പം തന്നെ ഈ വ്യത്യസ്തങ്ങളായ കവികൾ, സാംസ്കാരിക നായകർ, എഴുത്തുകാർ, ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, മുൻ IAS ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് അവസാനമായി ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. എന്തായാലും രാവിലെ 11:30-ഓടെ ഉപരാഷ്ട്രപതി അദ്ദേഹം തലസ്ഥാനത്ത് എത്തും. തുടർന്ന് 12 മണിക്ക് ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പിന്നീടാണ് 2 മണി വരെയാണ് അദ്ദേഹം തലസ്ഥാനത്ത് ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പിന്നീട് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് മടങ്ങുകയും ചെയ്യും. രോഹിണി. നാലാമത് പരമേശ്വർജി സ്മാരക പ്രഭാഷണത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് തിരുവനന്തപുരത്തെത്തും. ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് ഭാരതീയ വിചാര കേന്ദ്രം പ്രഭാഷണം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.